ഇന്ന് 2025 ഡിസംബർ 11 വ്യാഴാഴ്ച. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേഠാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി ഡോക്ടർമാരെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാദത്ത് സേഠ് ഡോക്ടർ നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഡോക്ടർ വളരെ നല്ല ക്ലാസ്സുകളാണ് നമുക്ക് സൂമിൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റും കോസ്മെറ്റിക് തലത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ തൻ്റേതായ ശൈലിയിൽ ചികിത്സ നടത്തുകയും എല്ലാ മേഖലയിലും വളരെ നല്ല ചികിത്സ നടത്തിക്കൊണ്ടുവരുന്ന ഡോക്ടറാണ് ഡോക്ടർ സാദത്ത് സേഠ്. അദ്ദേഹം എറണാകുളത്ത് ഡോക്ടർ സേഠ്സ് ഹോമിയോപ്പതി എന്ന ക്ലിനിക്ക് നടത്തി വരുന്നു. ഇന്നും നല്ലൊരു ക്ലാസ്സാണ് ഡോക്ടർ എടുക്കുന്നത്. ഇന്നത്തെ വിഷയം ഫാറ്റി ലിവറും പിത്താശയക്കല്ലും ഹോമിയോപ്പതിയിൽ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യാം. സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ ഡോക്ടർ, നന്ദിയുണ്ട്. കുറേ ദിവസങ്ങളായി ഇതിൽ വന്നിട്ട്. ഇന്നൊരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമ്മുടെ ക്ലിനിക്കിലൊക്കെ എന്നും കാണുന്ന, എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണോ വേണ്ടയോ, എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സാധനമാണ് ഫാറ്റി ലിവർ. ലിവറിന്റെ ബാക്കി ഹെപ്പറ്റൈറ്റിസും അതൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പെർട്ടിക്കുലർലി ഫാറ്റി ലിവറും നമ്മുടെ ഇതിലോട്ടും മാറുക. ഫാറ്റി ലിവറും നമ്മുടെ എന്താ പറയാ, ഗോൾഡ് സ്റ്റോൺ കാൽക്കുലേറ്റ്. ഓക്കെ, ഇതാണ് ഏറ്റവും നമ്മുടെ അടുത്ത് ക്ലിനിക്കിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വരുന്നതാണ്, മിക്കവാറും 90% കേസിലും ഫാറ്റി ലിവർ ഉണ്ടാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അൾട്രാസൗണ്ടിൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാനുള്ള സാധ്യതയാണ്. ഷെയറിങ് വന്നിട്ടുണ്ടല്ലോ. വന്നോ? കാണാമോ? വന്നിട്ടുണ്ട്. ഫാറ്റി ലിവർ ആൻഡ് ഗാൾ ബ്ലാഡർ സ്റ്റോൺ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് ഇന്നത്തെ ടോപ്പിക്. പക്ഷെ ഇവിടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതെ പറ്റില്ല. കാരണം ലിവറിനെ കുറിച്ച് കുറെ സീനിയേഴ്സ് ഉണ്ടെങ്കിലും അവരൊക്കെ വായിച്ചിട്ടുണ്ടാവും, കുറെ നാൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ മറന്നു പോണേലല്ല, നമ്മൾ മെഡിസിൻ എവിടെ, എങ്ങനെ, ഏത് സ്പോട്ടിൽ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ. കാരണം ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സിംറ്റം ഒന്നുമില്ല. ഹനുമാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ വൺ സൈഡഡ് റെമഡി, അല്ലെങ്കിൽ വൺ സൈഡഡ് ഡിസീസ്, അല്ലെങ്കിൽ ഒരു സിംറ്റം കാര്യമായിട്ട് കിട്ടാത്ത ഒരു വെറുതെ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ വെറുതെ എന്തിനെങ്കിലും ചിലപ്പോൾ ഫൈബ്രോയിഡിന് ഇതെടുക്കാൻ പോകുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ടെൻസ്ഡ് ആകുമ്പോൾ അപ്പൊ നമ്മൾ ഏത് സ്റ്റേജിൽ മരുന്ന് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. കൊടുക്കണോ വേണ്ടേ, കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേജിൽ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഏത് ഗ്രേഡിൽ കൊടുക്കണം, നമ്മുടെ കൺവേർഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. മെഡിസിൻ ഒക്കെ നമുക്ക് വഴിയിൽ വരും. അപ്പോൾ ഈ ലിവർ എന്ന് പറയുന്നത് ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനാണ്. 500 ഫങ്ഷൻസ് വരെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഹെപ്പറ്റോസൈറ്റ്സ് ഉണ്ട്, ബ്ലഡ് സൈനസോയിഡ്സ് ഉണ്ട്, പോർട്ടൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, പോർട്ടൽ വെയിൻ ഉണ്ട്, ആർട്ടറി, വെയിനും ബൈൽ ഡക്റ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ലിവർ എന്ന് പറയുന്നത്. അതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഞാൻ ഇത് പറയാം. മെറ്റബോളൈസിങ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, പ്രൊഡ്യൂസിങ് ബൈൽ ഫോർ അതാണ് അതിന്റെ ഫങ്ഷൻസ്. സ്റ്റോറിങ് വിറ്റാമിൻസ്, ഫിൽറ്ററിങ് ബ്ലഡ് ഫ്രം ദ ഗട്ട് വയ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, എല്ലാം ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ലിവറിന്റെ ഫങ്ഷൻ. ലിവറിന്റെ അനാറ്റമി നമ്മൾ ബേസിക് ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും നമ്മളെക്കാളും കൂടുതൽ അനാറ്റമിയൊക്കെ ഓർമ്മ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ബേസിക് കാര്യങ്ങളൊന്നും അറിഞ്ഞു വെക്കുക. ലൊക്കേഷൻ അറിയാം.
right upper quadrant of the abdomen below the diaphragm. Compose 4 lobe ഉണ്ട്, right left caudate and quadrate lobe, thousands of hexagonal functions unit called lobules. Microscopic structure. Each lobule has a central vein ഉണ്ട്, hepatic artery, portal vein and bile duct. Okay, at corners and hepatocyte liver cells separated by sinusoids. ചെറിയ septums and gaps ഒക്കെ വരും. അപ്പൊ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് അനാറ്റമി ഓഫ് ലിവർ. ഇതെന്തിനാ ഇപ്പൊ പറയണ? സാധാരണ ഡോക്ടർ പറയാറില്ലല്ലോ. സാധാരണ ഡോക്ടർ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലോട്ട് പോവാണ്, മെഡിസിൻസിലോട്ടൊക്കെ പോവാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒന്ന് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിലോട്ട്. സാധാരണ ഞാൻ വരുമ്പോൾ ഡയറക്ട്ലി, കാരണം എന്ന് വെച്ചാൽ തിയറി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ ഇവിടെ നമ്മൾ തിയറി ബേസിക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്ലഡ് സപ്ലൈ ഫ്രം പോർട്ടൽ വെയിൻ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹെപ്പാറ്റിക് artery, sinusoids, ഇതൊക്കെ ഉണ്ട്. ബൈൽ ഡ്രെയിനേജ് ഉണ്ട്. ഹെപ്പറ്റോസൈറ്റ്സ് പ്രൊഡ്യൂസസ് ബൈൽ വിച്ച് flows into the bile canaliculus, then into duct, then into gallbladder. ഓക്കെ, ഞാൻ ഓടിച്ചു പോവാണ്, എന്നാലും ഇതൊന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും വേണ്ടതാണ്. മെറ്റബോളിസം റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ, മെറ്റബോളൈസസ് ഫാറ്റ്, പ്രോസസ് അമിനോ ആസിഡ്സ്, യൂറിയ പ്രൊഡക്ഷനും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ലിവറിലാണ്. ഡിറ്റോക്സിഫിക്കേഷൻസ്, ഫിൽട്ടേഴ്സ് ബ്ലഡ്, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഡ്രഗ്, ആൽക്കഹോൾ, ടോക്സിൻസ് എല്ലാം അവിടെ തന്നെ. സിന്തസിസ്, വൈറ്റൽ പ്രോട്ടീൻസ്, ആൽബുമിൻ ഉണ്ടാക്കുന്നു. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലൈക്ക് പ്രോത്രോംബിനും ഫൈബ്രിനോജനും അവിടെ ഉണ്ടാക്കുന്നു. കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു. ഹോർമോൺസ് ആൻഡ് ബൈൽസ്. ഓക്കെ, excretion produces bile to excrete the waste products like bilirubin. Storage, vitamin A, D and vitamin B12. Minerals, immune role, contains Kupffer cells that engulf pathogens. അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ലിവറിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്ഫർ സെൽസും ഉണ്ട്. ഓക്കെ, ഓക്കെ. ക്ലിനിക്കൽ റിലവൻസ്, ഇതിന്റെ റിലവൻസ് എന്താണെന്നുള്ളത്. ഇതൊക്കെ അലോ ടു മീഡിയേറ്റ് എ സബ്സ്റ്റൻസ് ഫ്രം ദ ഗട്ട് ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ബാക്കിയുള്ള ബോഡിയിലോട്ട് പോണത് ഈ റൂട്ടാണ്. ലിവറിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും പോണത്. കണ്ടീഷൻസ് ലൈക്ക് സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ഫെയിലിയർ ഹൈലൈറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഓഫൻ ഓക്കെ, ഓക്കെ. ഫങ്ഷൻസ്, ലിവർ പെർഫോം, അതറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു. വേസ്റ്റ് ടു കീപ്പ് എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ ഡിറ്റോക്സിഫിക്കേഷൻ ഉണ്ട്. ഡിറ്റോക്സിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഈ ഡിറ്റോക്സിഫിക്കേഷൻ ആണ് നമ്മളുടെ ഫാറ്റി ലിവറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഹാംഫുൾ മെറ്റബോളിക്സ് ബൈ പ്രൊഡക്ട്സ് ലൈക്ക് കൺവേർട്ടിങ് അമോണിയ യൂറിയയിലോട്ട് മാറ്റണം, അതൊക്കെ ലിവറിൽ നടക്കും. ക്രിയേറ്റ്സ് ബൈൽ എസെൻഷ്യൽ. ഓക്കെ, അപ്പൊ ഇത് ബേസിക് ആയിട്ട് ഞാനൊന്ന് ഓടിച്ചു പോവാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ആവശ്യം വരുന്ന സ്ഥലത്ത് ഞാനൊന്ന് എംഫസൈസ് ചെയ്യും. ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ സ്റ്റോഴ്സ്, ഗ്ലൂക്കോസ് നമ്മുടെ അവിടെ സ്റ്റോർ ചെയ്യും, കൺവേർട്ട്സ് ഇട്ടുണ്ട്. അതായത് അത് നമ്മളുടെ പ്രോട്ടീൻസും വിറ്റാമിനും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആൽബുമിൻ ഉണ്ടാക്കും, ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കും. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, വേറെ കൂടുതലൊന്നും ആയില്ല. കൊളസ്ട്രോൾ മാനേജ്മെന്റ്, മാനുഫാക്ചേഴ്സ് കൊളസ്ട്രോൾ, അത് സ്പെസിഫിക് പ്രോട്ടീൻസ് ഫോർ ഫാറ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഫാറ്റ് കൊണ്ടുപോകാനും പിടിക്കാനുള്ള ബാലൻസിങ് ലെവലൊക്കെ ബോഡിയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലിവർ. എല്ലാവർക്കും അറിയുന്നതാണ്. അയൺ റീസൈക്ലിംഗ്, ഓൾഡ് ബ്ലഡ് സെൽസിന് ഡാമേജ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ ടു സ്റ്റോർ ദ അയൺ ഫോർ ദ ഫ്യൂച്ചർ യൂസ്. ഇമ്മ്യൂൺ സപ്പോർട്ട്, പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് ആൻഡ് റിമൂവ്സ് ബാക്ടീരിയ ഫ്രം ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, ഇനിയാണ് മേജർ ഇത് പറയുന്നത് ബൈൽ. ഓക്കെ, ബൈൽ എന്താന്നൊക്കെ നമുക്കറിയാം. ഫാറ്റ് സൊല്യൂബിൾ, അതൊക്കെ കൂടുതൽ ഞാൻ പോകുന്നില്ല. കൊളസ്ട്രോൾസ് കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് വാട്ടർ ആണ്. ബൈൽ സോൾട്സ് ഉണ്ട്, പിഗ്മെന്റ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ്. ഫാറ്റ് എമൽസിഫയർ, ബ്രേക്കേജ്, അതൊക്കെ ബൈലിന്റെ കണ്ടന്റ് ആണ്. കീ ഫങ്ഷൻസ് ഓഫ് ദ ബൈൽ.
fat digestion, waste excretion, neutralizes acids, stomach acid, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ന്യൂട്രലൈസേഷൻ വരെ ബൈല് ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്ഷൻ, അബ്സോർപ്ഷൻ, aids in absorbing fat soluble vitamins like A, D, E, and K. Okay, composition, water, bile salts, bilirubin, cholesterol, phospholipids, and electrolytes and other things. Hormones and toxins ഒക്കെ ഉണ്ട്. Production and release. Liver, gallbladder stores ചെയ്യണം. Small intestine. Okay. Liver diseases ഞാൻ പോകുന്നില്ല. From fatty liver and viral hepatitis. അപ്പോൾ ടു ആൽക്കഹോൾ റിലേറ്റഡ്, അതായത് എന്തൊക്കെ അസുഖങ്ങൾ വന്ന ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ലിവറിൽ വരാം. ബാക്ടീരിയ ആൻഡ് വൈറസ് വരുന്നുണ്ട് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി ഒക്കെ വരുന്നത് അതുണ്ട്. പിന്നെ വരുന്നത് ഫാറ്റി ലിവർ, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ആൽക്കഹോൾ. ഓക്കെ, എല്ലാം ലിവർ ഡിസീസസിൽ ബേസിക് ആയിട്ട് വരുന്നത്. കോമൺ ടൈപ്സ് ഓഫ് ലിവർ ഡിസീസ്, നമ്മൾ സാധാരണ ക്ലിനിക്കുകളിൽ കാണുന്ന ഒരു 3-4 തരം ഡിസീസസ് ആണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഫാറ്റി ലിവർ വേറെ ഉണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഫാറ്റ് ബിൽഡപ്പ് ഫ്രം ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈ കൊളസ്ട്രോൾ, ഓഫൻ റിവേഴ്സിബിൾ. Alcoholic liver diseases were damage from excessive drinking alcohol leading to inflammation. ആൽക്കഹോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലിവറിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും, എന്നിട്ട് അത് ഡാമേജ് ചെയ്യും. ഓക്കെ, ഫ്രം വൈറസസ്, എ, ബി, സി, ടോക്സിൻസ്, ഇതൊക്കെ നമ്മുടെ ലിവർ ഡിസീസ് കോമൺ ആണ്. Cirrhosis, severe scarring from long damage, hardening of the liver, genetic conditions, inherited Wilson's disease, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ വീൽസ് ഡിസീസ്, അങ്ങനെ എല്ലാ സാധനവും, ലിവർ ക്യാൻസർ. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് അവിടെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സൈൻസ് ആൻഡ് സിംറ്റംസിലോട്ടൊന്നും ഞാൻ പോകണില്ല. ഈസി ബ്രൂയിസിങ്, ഫൈസും, ബ്രെയിൻ ഫാഗ്. ഓക്കെ, കോസസ് ആൻഡ് റിസ്ക്, ഇതൊക്കെ കൂടുതലൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഓക്കെ, prevention and management, limit alcohol, maintain healthy weight and balanced diet, get vaccinated. അത് വേണ്ട, അത് തീരെ ചെയ്യാൻ പാടില്ല, അതായാലും വലിയ പ്രശ്നം. അപ്പൊ ദിസ് ഇസ് ബേസിക്കലി ഞാനത് പറയാൻ വേണ്ടി മാത്രമേ പോയിന്റ് വെച്ചതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ചിലപ്പോൾ അതിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ചില സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ട്രാവലിങ്ങിന് അതില്ലാതെ, പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കേണ്ടി വരും. അതൊക്കെ ഒരു എന്താ പറയുക, റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഡയബറ്റീസ്, ഹെപ്പറ്റൈറ്റിസ് സി, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ഇമേജിംഗ്, ട്രീറ്റ്മെന്റ് വേരി, ഇതൊക്കെ അറിയാമല്ലോ. ഫാറ്റി ലിവർ ഒക്കെ ഇവിടെ നിന്നാണ് നമ്മളുടെ പോണത്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസ് എന്ന് പറയും. അതായത് ഫാറ്റ് സോഫ്റ്റ് ആവും, ലിവർ ബിക്കം സോഫ്റ്റ് ആവും. ഫാറ്റ് നമ്മുടെ ലിവറിൽ കൂടി നിൽക്കുമ്പോൾ അതൊരു സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ ഈ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏത് സ്റ്റേജിൽ വരും? സോറ സ്റ്റേജിൽ വരും. ഫസ്റ്റ് അതിന്റെ ഫൈബർ കണ്ടന്റ് ഒക്കെ മാറുമ്പോൾ, ഫൈബ്രോസിസ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, സിറോസിസിലോട്ടൊക്കെ എത്തുന്നത്. അപ്പൊ ഓരോ സ്റ്റേജസ് ഓഫ് ഫാറ്റി ലിവറിന് നമ്മളുടെ മെഡിസിൻസും മാറും, നമ്മളുടെ മയാസംസ് മാറും, ഫങ്ഷൻസ് മാറും. ഓക്കെ, അപ്പോ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ നമ്മളുടെ ഫാറ്റി ലിവറിന്റെ സ്റ്റേജ് വൈസ്, ഇപ്പൊ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ വരുമ്പോൾ പാത്തോളജി മാറി, മയാസം മാറി, മെഡിസിൻസ് മാറി, നമ്മളുടെ അപ്രോച്ച് മാറി. ഓക്കെ, ആൻഡ് കോസ്, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാനേജ്മെന്റും നമ്മളുടെ മെഡിസിൻസും അപ്പോഴും മാറി. ഓക്കെ, അപ്പോൾ ഒരു ഡിസീസസിന്റെ പല സ്റ്റേജസിലാണ് നമ്മളുടെ എല്ലാ അപ്രോച്ചസും ഇരിക്കുന്നത്. മെഡിസിനും ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം.
ഓക്കെ, ടൈപ്സ് ഹെവി ആൽക്കഹോൾ എന്ന് പറയുന്നത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റഡ് പ്രീവിയസ്ലി മെറ്റബോളിക് ഇഷ്യൂസ് വരുന്നത് ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈ ഫാറ്റ്സ് എന്നോ ലിറ്റിൽ ആൽക്കഹോൾ യൂസ്, സിമ്പിൾ സ്റ്റാറ്റോസിസ്. ഓക്കെ, ഇൻഫ്ലമേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ കൂടുതലൊന്നും അതിലോട്ട് പോകുന്നില്ല. ഞാൻ ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മെഡിസിൻസും നമ്മളുടെ ഏത് ലെവലിൽ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ റിസ്ക് എടുക്കുന്നത് ആ ഒരു പോയിന്റിലാണ്. കോസസ് അറിയാലോ, മെറ്റബോളിക്, ടൈപ്പ് 2 ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്. അത് ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ വരുമ്പോൾ PCOD-യിലും ഈ സംഭവം വരും. ഫാറ്റി ആസിഡ് വരാനുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ PCOD-യിലും നമ്മൾ നോക്കുമ്പോൾ ഫാറ്റി ലിവർ വരുന്നതിന് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഹൈ ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ, അവിടെയും ഈ സംഭവം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ലൈഫ് സ്റ്റൈൽ, പുവർ ഡയറ്റ്, ഷുഗർ, സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഇതൊക്കെ പുവർ ഡയറ്റ് വരുമ്പോഴാണ് ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഗ്രേഡ് 1 എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, വെയിറ്റ് ലോസ് വന്നാലും ഫാറ്റി ലിവർ ഉണ്ടാവും. അവിടെയാണ് നോക്കേണ്ടത്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നോസിയ, വെയിറ്റ് ലോസ് വരാം. ഫാറ്റി ലിവർ കാരണം വെയിറ്റ് ഗെയിൻ മാത്രമല്ല വെയിറ്റ് ലോസും വരാം. മെന്റൽ കൺഫ്യൂഷൻ സിവിയർ കേസസിൽ. ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, ബേസിക് ജനറൽ മാനേജ്മെന്റ് ആണ് ഞാൻ ഈ പറയുന്നത്. വെയിറ്റ് ലോസ് 5 to 10 ബോഡി വെയിറ്റ് റിഡക്ഷൻ ഇസ് എ കീ. പിന്നെ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ബാലൻസ് ന്യൂട്രീഷനും എന്താ പറയാ, എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് വരുന്നത്. ലെസ് ഷുഗർ, ലെസ് ഫാറ്റ്. എക്സസൈസ് അറ്റ്ലീസ്റ്റ് 150 മിനിറ്റ്സ് പെർ വീക്ക്. എന്ന് പറഞ്ഞാൽ 150 എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ്, 30 വരുന്നില്ല, ഒരു 20-25 മിനിറ്റ്സ് ഓഫ് വാക്ക് അല്ലെങ്കിൽ ഒരു ബേസിക് എക്സസൈസ് തുടങ്ങുക എന്നുള്ളത് ഒരു മിനിമം. പിന്നെ ആൽക്കഹോൾ ഒന്ന് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഈ ഫാറ്റി ലിവറിന്റെ ഫസ്റ്റ് ഗ്രേഡ്സിലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡാണ് ഞാൻ ഈ പറയണത്. അവോയ്ഡ് ആൽക്കഹോൾ, ആഡഡ് ഷുഗേഴ്സ്, സോഡ, കാൻഡി. സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെപ്സി, 7-Up അങ്ങനെയുള്ളത്. ഓക്കെ, കാൻഡി, ഡെസേർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഷുഗർ ആണ്, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. റിഫൈൻഡ് ഗ്രെയിൻസ്, വൈറ്റ് ബ്രെഡ്, പാസ്ത, വൈറ്റ് റൈസ്, മട്ട അരി ഉപയോഗിക്കുക കൂടുതലും. അൺഹെൽത്തി ഫാറ്റ്, ഫ്രൈഡ് ഫുഡ്സ്, ട്രാൻസ് ഫാറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഫാറ്റി മീറ്റ്സ്, റിഫൈൻഡ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളത് ഫുഡ്സ് ഇൻസ്റ്റെഡ് ഓഫ്. ഓക്കെ, ബേസിക്സ് കാര്യങ്ങൾ. ഷുഗറി ഡ്രിങ്ക്സ്, സോഡാസ്, ഫ്രൂട്ട് ജ്യൂസസ് ഏത് ഫ്രഷിനേക്കാളും കൂടുതൽ നമ്മളുടെ ഈ ഇപ്പൊ കുറെ കിട്ടുന്നുണ്ടല്ലോ ട്രോപ്പിക്കാന എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഉപയോഗിക്കുക. സ്പോർട്സ് ഡ്രിങ്ക്സ് ഏത്, നമ്മുടെ ഡബിൾ ബുള്ള്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ സാധനം ഡബിൾ ബുള്ളും, ആ പടത്തിൽ പറഞ്ഞ പോലെ, രാമലീലയിൽ പറഞ്ഞ പോലെ ഡബിൾ ബുള്ളിൽ കൈവശം കൊടുത്തിട്ടുള്ള പോലെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ. റിഫൈൻഡ് ഗ്രെയിൻസ്, അതായത് നമ്മൾ ഈ പരിപ്പും പയറൊക്കെ ഉപയോഗിക്കുമ്പോൾ പോളിഷ്ഡ് ആവാത്തത് വാങ്ങും. സാധാരണ പോളിഷ്ഡ് ആവാത്ത, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിഷിംഗ് ഒന്നും ഇല്ല. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വരുമ്പോഴാണ് നല്ല നീറ്റൊക്കെ ആയിട്ടിരിക്കണം. പണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കടല വന്നു, പരിപ്പ് വന്നു, അത് വന്നു, ഇത് വന്നു, എങ്ങനത്തെ ഷേപ്പാണെന്നുള്ളതല്ല. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പൊറിക്കണതായിരിക്കും പയറൊക്കെ. അപ്പൊ അതിന്റെ ഷേപ്പ് അല്ല കാര്യം, പോളിഷ് ചെയ്യാതെ, നീറ്റ് ആക്കാതെ, നല്ല റഫ് ആയിട്ടുള്ള പോളിഷ് ചെയ്യാത്ത ഇതൊക്കെ എന്താ പറയാ, മില്ലറ്റ്സും ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അൺഹെൽത്തി ഫാറ്റ്സ് ആൻഡ് ഓയിൽ, ഫ്രൈഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടമാനം ഫ്രൈ ചെയ്യണത്. ഫ്രഞ്ച് ഫ്രൈസ്, പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാനാണല്ലേ, അത്യാവശ്യത്തിന് ഉപയോഗിക്കുക. 1-2 പീസ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് പൊട്ടറ്റോ വാങ്ങാൻ നോക്കിയിട്ട് എനിക്ക് വലുത് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോ നോക്കിയിട്ട് എല്ലാം ചെറിയ പൊട്ടറ്റോ കണ്ട് ഞാൻ വിട്ടു. വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എവിടെയൊക്കെ ലിമിറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. ഫ്രൈഡ് ചിക്കൻ, ഡോണറ്റ്സ് ഒക്കെ കഴിക്കാം, ജസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഒക്കെ ഓക്കെ. പക്ഷെ എന്നും അതിനോട് അഡിക്റ്റഡ് ആവും. ചിക്കൻ ഇല്ലാതെ കഴിക്കാത്ത കുട്ടികളുണ്ട്.
അപ്പൊ അതല്ല, അങ്ങനെയുള്ളത് ശരിയാവില്ല. വല്ല മാസത്തിൽ 1, 2, 3 പീസ് ചിക്കൻ അല്ലെങ്കിൽ ഡോണറ്റ്സ് ഒരെണ്ണം കഴിച്ചു, ഫ്രഞ്ച് ഫ്രൈസ് ഒരു 5, 6 എണ്ണം കഴിച്ചു ഒന്നും വരാൻ പോകില്ല. ഓക്കെ. അപ്പൊ എല്ലാത്തിനും പ്രോസസ്ഡ് പാക്കേജ്, സ്നാക്സ്, ചിപ്സ്, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ഫ്രോസൺ മീൽസ്, ഓക്കെ, മാർഗരൈൻ, സം പ്രോസസ്ഡ് ഫുഡ്, റിഫൈൻഡ് ഓയിൽ, സോയാബീൻ, കോട്ടൺ സ്വീഡ്, കോൺ ഓയിൽ. ഏറ്റവും നല്ലത് നമ്മളുടെ ഒറിജിനൽ ആട്ടിയിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിൽ ഫാറ്റ് ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യം ബെറ്റർ എന്ന് പറയാം. മീറ്റ്സ് ആൻഡ് ഡയറീസ്, ഹൈ ഫാറ്റി ഫുഡ്, ഇതൊക്കെ ഇതിലോട്ട് വരുന്നുണ്ട്. അതർ ഐറ്റംസ് ടു ലിമിറ്റ്. എക്സസീവ് സോൾട്ട്. എക്സസീവ് സോൾട്ട് എപ്പോഴാ വരിക? പ്രോസസ്ഡ് ഫുഡ്, കാൻ ഫുഡ്, അങ്ങനെയുള്ളതല്ല. ആൽക്കഹോൾ. ഓക്കെ. ബേസിക് വാട്ട് ടു ഫോക്കസ് ഓൺ ഇൻസ്റ്റന്റ് വാട്ടർ. നല്ലോണം വെള്ളം കുടിക്കുക. ഹോൾ ഗ്രെയിൻസ്, ഓട്സ്, ബ്രൗൺ റൈസ്, ക്യുനോവ. ക്യുനോവ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മില്ലറ്റ് ആണ്. ഓക്കെ. അത് നല്ലൊരു സാധനമാണ്, ഉപയോഗിക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. അറിയാം, ലീൻ പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഫിഷ്, നട്ട്സ്, അവോക്കാഡോ, ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർ ദ കുക്കിംഗ് മീഡിയം. മെഡിറ്ററേനിയൻ ഇതില് ഒലിവ് ഓയിൽ ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ഡയറ്റ് ചാർട്ട് അതും ഞാൻ തരുന്നുണ്ട്, പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. പക്ഷെ ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്കൊരു ഇതിട്ടാൽ മതി. ഒരു 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 എന്തെന്നാ പറയാ, ഒരു സോറി പറയാനുണ്ട് എനിക്ക്. ഒരു ഡോക്ടർ, കൊല്ലത്തുള്ള ഡോക്ടറാണ്, എന്നെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. എനിക്ക് എന്തോ ഒന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ആ ഡോക്ടർക്ക്. എന്തോ വാട്സപ്പിൽ വന്ന മെസ്സേജ് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് സാലി ഡോക്ടർ ആണെന്ന് തോന്നുന്നു, കൊല്ലത്ത്. എനിക്കൊരു ഡൗട്ട് ചോദിച്ചിട്ടിരുന്നു, എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ കേസ് എന്തായെന്ന് എനിക്കും പറയില്ല. എൻ്റെ അടുത്ത് ആ ഫോൺ നമ്പറും പോയി, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാലി ഡോക്ടർ എന്ന് പറഞ്ഞ് എനിക്ക് വോയിസ് നോട്ട് ഇട്ടു, എനിക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. വെരി സോറി ഫോർ ദാറ്റ്. ഓക്കെ. ലെമൺ, മേത്തി. മേത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഫെനുഗ്രീക്ക്. ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ. ഓക്കെ. സോക്ക്ഡ് ആൽമണ്ട്, നമ്മുടെ ഇത് ബദാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫുൾ ഡീറ്റെയിലോട്ട് വേണമെങ്കിൽ പോകണമെന്നില്ല. നിങ്ങൾക്ക് ആർക്ക് ചോദിച്ചാലും ഞാനിത് ഇട്ടുതരാം. കാരണം നമ്മുടെ ഗ്രേഡ് 1, 2 വരുമ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ മെഡിസിൻസ് ഉണ്ട്, മെഡിസിൻസിനേക്കാളും കൂടുതൽ നമ്മളുടെ അവരുടെ എക്സസൈസ്, ഡയറ്റ്, അവരുടെ റുട്ടീൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഓക്കെ. പപ്പായ, ആപ്പിൾ, അവോയ്ഡ് ബനാന ആൻഡ് ജാക്ക് ഫ്രൂട്ട്സ് ഇൻ ദ ഫാറ്റി ലിവർ. ബനാന, അതായത് നമ്മളുടെ പഴങ്ങൾ കൂടുതൽ, നമ്മുടെ പഴം ഉണ്ടല്ലോ, സാധാരണ പഴം, അതൊന്ന് അവോയ്ഡ് ചെയ്യാം. ഹെർബൽ ടീ, നോ ഷുഗർ. ലഞ്ച് കേരള ആണെങ്കിൽ റെഡ് മട്ട റൈസ്, മറ്റേ വൈറ്റ് റൈസ് ഉപയോഗിക്കരുത്, മട്ട റൈസ് ഉപയോഗിക്കുക. ഓക്കെ. വെജിറ്റബിൾ സൈഡ് ഡിഷസ്, ദാൽ കറി, പരിപ്പ് കറി, സാമ്പാർ, രസം, പിന്നെ മീൻ കറി, ഫ്രൈ ചെയ്യാത്ത മീൻ. ഗ്രിൽഡ് ആയാലും കുഴപ്പമില്ല, തവ ഫ്രൈ ആയാലും കുഴപ്പമില്ല. ബോയിൽഡ് എഗ്, പിന്നെ സ്പ്രൗട്ട് ആയിട്ടുള്ള ഇത് നമ്മുടെ പയറൊക്കെ. ഓക്കെ. ബട്ടർ മിൽക്ക്, അതിൽ തന്നെ ബട്ടർ മിൽക്ക് വെറുതെ കുടിക്കാനല്ല പറയണത്, കറി നമ്മുടെ ഇതില്ലേ, എന്താ പറയാ, കറി, വേപ്പില ഇട്ടിട്ട്, കണ്ടാവാനം വേപ്പില ഇട്ടിട്ട് കഴിക്കാനാ പറയണത്. ഇഞ്ചിയുടെ ഏറ്റവും വലിയ ഇതാണ് നമ്മുടെ ഫാറ്റ് അബ്സോർബേഷനും നമ്മുടെ ലിവറിനെ ഡിറ്റോക്സിഫിക്ക ചെയ്യാനുള്ള ഏറ്റവും ഇത്. ഓക്കെ. തവ ഫിഷ് ഫ്രൈ, ബീഫ് ഉപയോഗിക്കാം, മട്ടൺ ഉപയോഗിക്കാം, പിക്കിൾസ് ആൻഡ് ഓയിൽ, ഇതൊക്കെ ഒക്കേഷനലി. ഓക്കെ. ഈവനിങ് സ്നാക്സ്. ഓക്കെ. മെഡിസിൻസ് ഞാനൊരു 10 മിനിറ്റ് സമയം, അപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള ഗോൾ സ്റ്റോണും കൂടി തീർത്തിട്ട് നമുക്ക് ഒരുമിച്ച് മെഡിസിൻസിലോട്ട് വരാം. രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻസ് മാറ്റാം. ഓക്കെ. ഗോൾ ബ്ലാഡർ ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻസ് ആണ്. ഗോൾ ബ്ലാഡറിന്റെ അനാറ്റമി ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. കണക്ഷൻ, സിസ്റ്റിക് ഡക്ട്, ഇതൊക്കെ ഉണ്ട്.
ഫിസിയോളജി, അതും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഫിസിയോളജിയിലോട്ടും ഞാൻ പോണില്ല കൂടുതലായിട്ട്. സിസ്റ്റിക് ഡക്റ്റും കോമൺ ബൈൽ ഡക്ട് എന്നുള്ള കോൺസെൻട്രേഷൻ, അതായത് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ട്രക്ചർ വരുമ്പോൾ നമ്മളുടെ ഗോൾ ബ്ലാഡറിന്റെ ബൈല് കോൺസെൻട്രേറ്റഡ് ആവും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കോൺസെൻട്രേറ്റഡ് ആവും. കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ ഗോൾ സ്റ്റോൺസ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് are hardened deposit usually of cholesterol or bilirubin form a gallbladder form in the gallbladder. അതായത് ഗോൾ ബ്ലാഡറിൽ ഉണ്ടാവുന്ന ഒരു സാധനം. സൈലന്റ് സ്റ്റോൺസ് ഉണ്ട്, ലീഡ്സ് ടു, സാധാരണ ഇതൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല, പക്ഷെ അതിന്റെ പൊസിഷനും സൈസും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പൊസിഷനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുക. നമ്മൾ നെക്കിലൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് അതാ പറയുന്നത്, ഇതിന്റെ ലൊക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഗോൾ സ്റ്റോൺസിന്റെ, അതും സൈസ്. ഓക്കെ, നെക്കിലാണ് മറ്റേ പിത്തസഞ്ചിയിലെ കല്ല് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കാൻ നിൽക്കരുത്. അതും ഒരു സെന്റിമീറ്ററിന്റെ മുകളിലും 1.5 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെഡിസിൻ കൊടുക്കാൻ നിൽക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാല് അത് പൊടിഞ്ഞു വരില്ല, അത് പൊടിയുമ്പോൾ ഒന്നും കൂടി ഇറങ്ങുള്ളൂ. അപ്പൊ പൊടിയുമ്പോൾ നമ്മുടെ കോമൺ ബൈൽ ഡക്റ്റിലും ഇതില് CBD വന്ന് ഇറങ്ങി നിന്ന് അത് ബ്ലോക്ക് ആവും, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് വരും. അപ്പൊ യൂസ് യുവർ വിസ്ഡം. നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ റെഫർ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും അതിലൊരു നാണക്കേടും വിചാരിക്കാത്ത എല്ലാ കേസുകളും നമുക്ക് പറ്റില്ല. അതൊരു സർജന് നമ്മൾ കറക്റ്റായിട്ട് റെഫറൻസ് ലെറ്റർ എഴുതിയിട്ട് കൊടുക്കുക, ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് ഈ സാധനം നിൽക്കുന്നതുകൊണ്ട് ഐ എം റെഫറിങ് ഇറ്റ് ടു യു, അത് ഇത്ര സൈസ് ഉണ്ട്. അതായത് നമ്മുടെ അൾട്രാസൗണ്ട് നോക്കിയിട്ട് റെഫറൻസ് ലെറ്ററിൽ തന്നെ എഴുതുക. അൾട്രാസൗണ്ടിന്റെ കോപ്പി ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയാം അൾട്രാസൗണ്ടിന്റെ കോപ്പി പേഷ്യന്റിന്റെ കയ്യിലുണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. നെക്കില് ചെറുതാണെങ്കിൽ ഓക്കെ, അത് പിത്തസഞ്ചി മറ്റേ ബൈൽ ഡക്റ്റിൽ കൂടെ പോവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്ററിന്റെ കേസുകൾ നമ്മൾ പിത്തസഞ്ചിയിൽ പൊസിഷൻ നോക്കാതെ ചികിത്സിക്കരുത്. കാരണം കുറച്ചും കൂടി ഒന്ന് താഴത്തോട്ട് ഇറങ്ങി ഒന്ന് പൊടിയും, ചിലപ്പോൾ ഈ 1.5 നമ്മളുടെ മെഡിസിൻ കൊടുത്തൊന്ന് പൊടിയുമ്പോൾ അവൻ ഒന്നും കൂടി അകത്തോട്ട് കയറും, അത് ഒന്നും കൂടി ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാക്കും. ഓക്കെ, ഇപ്പൊ ലിത്തോട്രിപ്സി വെച്ചിട്ട് അവർ പൊടിച്ച് കളഞ്ഞോളൂ. അത് നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മൾ അയ്യോ ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അത് അങ്ങനെ തന്നെ പോട്ടെ, നമ്മൾ വെറുതെ തലകുത്തി മറിയണ്ട. എവിടെ നമ്മൾ റെഫർ ചെയ്യണം, ഏത് കേസ് എടുക്കണം, ഏത് കേസ് എടുക്കണ്ട എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ജുഡീഷ്യൽ പ്രോസസ്. ആസ് എ ഡോക്ടർ നമ്മൾ എന്ത് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ കൈയിന്റെ ഉള്ളിൽ നിൽക്കുന്ന കേസുകൾ മാത്രം നമ്മൾ കളിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ സർജൻസിന്റെ കേസുകളാണ്. പക്ഷെ അത് ഏത് ഡിഗ്രി, ഇപ്പൊ പൈൽസ് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി എന്ന് എടുത്തിട്ട് ഓടിച്ചിട്ട് അവർക്ക് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. 4th ഡിഗ്രി ഒക്കെയാണ്, 3rd ഡിഗ്രി 4th ഡിഗ്രിയിലോട്ടൊക്കെ പോകുമ്പോൾ അതിന്റെ എലാസ്റ്റിസിറ്റി പോകുമ്പോൾ അത് നമ്മൾ റെഫർ ചെയ്യാം. പക്ഷെ അത് നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് വേണം റെഫർ ചെയ്യാൻ. അതുപോലെയാണ് ഇങ്ങനത്തെ കേസുകൾ. നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ MRI ചെയ്യണമെങ്കിൽ MRI ചെയ്യാം. എന്ത് ഇതാണെങ്കിലും അതിന്റെ പൊസിഷനും സൈസും നമ്മൾ കണ്ടുപിടിക്കുക. സൈസിനെക്കാളും വറി ചെയ്യേണ്ടത് പൊസിഷൻ ഓഫ് ദ ഗോൾ സ്റ്റോൺ ആണ്. കൈയോടെ വിടാനുള്ള കേസുകളാണെങ്കിൽ വിട്ടിരിക്കണം. നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇതാണ് സഡൻ സിവിയർ പെയിൻ ഇൻ ദ അപ്പർ റൈറ്റ് അബ്ഡോമൻ, സംടൈംസ് ഇതാണ് നോസിയ കാര്യങ്ങൾ. കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോടുള്ള ഒരു പേഷ്യന്റിനെ അൾട്രാസൗണ്ട് ഇട്ട് തന്നു. വിത്തിൻ 1 hour ഞാൻ റെഫർ ചെയ്തു. കാരണം വിത്തിൻ എനിക്ക് കിട്ടി, ആ പൊസിഷൻ കണ്ടു, ഞാൻ റെഫർ ചെയ്തു. ഇറ്റ് വാസ് എൻ എമർജൻസി സിറ്റുവേഷൻ. കാരണം 2 ദിവസം മുമ്പ് തന്നെ പെയിൻ ഉണ്ടായിരുന്നു, എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. പൊസിഷൻ വന്നു, പെയിൻ സിവിയർ ആയി, രാത്രി സിവിയർ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. എമർജൻസി ആയിട്ട് തന്നെ അവർക്ക്
ഒരു സർജറി ചെയ്യേണ്ടാവും. ഗോൾ ബ്ലാഡർ ലിത്തോട്രിപ്സിയിലും നിൽക്കില്ല, അത് എടുത്ത് കളയേണ്ട തന്നെയാണ്. അപ്പൊ അതുകൊണ്ടും കൂടി നമ്മൾ പറയണത് ഇപ്പം ശ്രദ്ധിക്കുക. ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ഇസ് എ മസ്റ്റ്. അതായത് ഗോൾ ബ്ലാഡർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് കാർസിനോമ, ഗോൾ ബ്ലാഡർ ക്യാൻസർ. അപ്പോൾ ചുരുങ്ങും, നമ്മളുടെ ഗോൾ ബ്ലാഡർ ചുരുങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ, പെർ അബ്ഡോമിനൽ എക്സാമിനേഷൻ, മക്ബർണി പോയിന്റ് എക്സാമിനേഷൻ, ഇത് കമ്പൽസറി. ഒരു ദാക്ഷിണ്യവും ഇല്ല, അത് കമ്പൽസറി. പെർ അബ്ഡോമനായിട്ട് എന്ത് വന്നാലും നമ്മൾ എക്സാമിൻ ചെയ്യുക. മക്ബർണി പോയിന്റ്സിൽ നമ്മൾ ലാഗ് ആക്കരുത്, ചെയ്യണം. ഓക്കെ. ഇതിലോട്ട് പോവാ. ഈറ്റ് മോർ ഫുഡ് that are high in fiber such as fruits, vegetable, gallstones. Eat fewer refined carbohydrates. ഓക്കെ. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഓഫ് ദ മെഡിസിൻസ്, നമ്മളുടെ അനാട്ടമി ഇത് വെച്ചിട്ട്. ഇനി നമ്മളുടെ മെഡിസിൻസിലോട്ട് പോവാം. മെഡിസിൻസിൽ തന്നെ നമുക്ക് സമയമുണ്ടല്ലോ? ഉണ്ട്, 10:02 ആയുള്ളൂ. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ഫാറ്റി ലിവറിന്റെ ഫസ്റ്റ് മെഡിസിൻ. ബാക്കി ഞാൻ പറഞ്ഞു, നമുക്ക് ഫാറ്റി ലിവറിൽ കോമൺ ആയിട്ട് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് ചെറിഡോണിയം, പിന്നെ അങ്ങനെയുള്ള കാർഡസ് ഒക്കെ. അത് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് കൂടുതൽ മെഡിസിൻസിലോട്ടൊന്നും ഞാൻ പറഞ്ഞു. ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്നത്, ഞാൻ അതും കൊടുക്കാറുണ്ട്, പക്ഷെ അതിലും കോമൺ ആയിട്ട് കൊടുക്കുന്നത് ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആണ് എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ, ഗ്രേഡ് 1 ഫസ്റ്റ് മെഡിസിൻ ഫോസ്ഫറസ് ആണ്. അത് എൻ്റെ ഫേവറേറ്റ് മെഡിസിൻ ആയതുകൊണ്ടല്ല, പക്ഷെ ഫോസ്ഫറസ് കഴിഞ്ഞിട്ടേ ഈ സ്റ്റേജിൽ നമുക്ക് മെഡിസിൻ ഉള്ളൂ. കാരണം ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ ലിവർ സോഫ്റ്റ് ആണ്, യെല്ലോയിഷ് ടിന്റ് ഉണ്ട്. ഫോസ്ഫറസിന്റെ ഇതെന്താ യെല്ലോ, ഡോക്ടറിന്റെ സിഗ്നേച്ചർ യെല്ലോ, സോഫ്റ്റ് ആണ്, ഡിസ്ട്രക്റ്റീവ് ഉണ്ടാവും, മെറ്റബോളിസം ഡിസ്ട്രക്റ്റീവ് തുടങ്ങുന്നു, സോഫ്റ്റൻസ് ലിവർ, ലിവർ കൺജസ്റ്റഡ് ആണ്, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ഡീജനറേഷൻ. ഫാറ്റി ഡീജനറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഫോസ്ഫറസ്. ഓക്കെ. എൻ്റെ എക്സ്പീരിയൻസിൽ ഫോസ്ഫറസ് വൺ ഓഫ് ദ ബാക്കി എല്ലാം ഉണ്ട്, ചെലിഡോണിയം കൊടുക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഫോസ്ഫറസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് സെക്കൻഡ് സ്റ്റേജസ് ഓഫ് ഇത് എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 പൊട്ടൻസി TDS QDS ആയിട്ട് തുടങ്ങും. ഓക്കെ. അത് എത്ര നാൾ കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച ആദ്യം കൊടുക്കും, അത് 1 മാസം ചിലപ്പോൾ കൊടുക്കും, കൊടുത്തിട്ട് ചിലപ്പോൾ 1.5 മാസം റിവ്യൂ ചെയ്യും. ഇഫ് ഇറ്റ്സ് ബെറ്റർ നമ്മളത് ഞാനതൊരു 1-2 ടൈംസ് ഒരു 1 ടൈം ആയിട്ട് കുറച്ച് കൊടുക്കും. ഓക്കെ. നമ്മുടെ ഫാറ്റി ലിവറിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷനാണ് മെയിൻ ആയിട്ട് വരുള്ളൂ. കാരണം സിംറ്റംസ് കാര്യമായിട്ട് ഉണ്ടാവില്ല, വേറെ എന്തിനെങ്കിലും ചെല്ലുമ്പോഴാണ് അവർ ഇത് കാണുന്നത്. അപ്പോൾ ഫാറ്റി ലിവറിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വൺ സൈഡഡ് മെഡിസിൻ, വൺ സൈഡഡ് സിംറ്റംസ് പോലെയാണ്. കാരണം വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് എങ്ങനെ കൊടുക്കുക. അപ്പൊ നമ്മൾ പാത്തോളജി എന്താണെന്ന് നോക്കിയിട്ട് പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസിലോട്ട് മെയിൻ ആയിട്ട് പോകും. പിന്നെ കാർബോണിയം സൾഫർ, കാർബോണിയം സൾഫിൽ മെയിൻ ആയിട്ട് വരുന്നത് ആൽക്കഹോളാണ്. ആൽക്കഹോളിന്റെ ആസിഡ് സൾഫും ഇതൊക്കെ ഇതുണ്ട്, പക്ഷെ അത് ഞാൻ ഒന്നുകൂടി ഞാൻ പറയാതെ കൂടുതലായിട്ട് ആൽക്കഹോളിക് ഇത്. പക്ഷെ കാർബോണിയം സൾഫർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, ആൽക്കഹോൾ. പിന്നെ തൈറോഡിൻ, ഇങ്ങനെ ഒരു മെഡിസിൻ ഉണ്ട് കേട്ടോ. കാർബോണിയം സൾഫിന്റെ റിലേഷൻസിൽ ഞാനിത് വെറുതെ ഇട്ടതാണ്, പക്ഷെ ഏറ്റവും നമ്മളൊന്ന് നോക്കിക്കോ, ഈ ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് തൈറോയിഡിൻ പ്രോഗ്രസീവ് ഡിമിനിഷൻ ഓഫ് സൈറ്റ് വിത്ത് സെൻട്രൽ സ്കട്ടോമ, അതായത് നമ്മുടെ റെറ്റിനയിൽ ഡാമേജ് ഉണ്ടാവും. അത് ഞാൻ ഈ ഫാറ്റി ലിവറായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തതാണ്. പക്ഷെ ഫാറ്റി ലിവർ വന്നാലും ബാക്കിയുള്ളത് വന്നാലും, ഡയബറ്റീസ് വന്ന് ഫാറ്റി ലിവർ വരാം. പക്ഷെ ഐ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് തൈറോയിഡിൻ. തൈറോയിഡിനമല്ല, ഇറ്റ്സ് എ തൈറോയിഡിൻ. ഓക്കെ. ഈ 2 മെഡിസിൻ, കാർബോണിയം സൾഫർ
ആൽക്കഹോളിക് അബ്യൂസ് വരുമ്പോൾ നമുക്ക് ക്രോണിക് ആൽക്കഹോളിക് അബ്യൂസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫാറ്റി ലിവർ വരികയാണെങ്കിൽ ഫസ്റ്റ് മെഡിസിൻസ് നമ്മുടെ ബാക്കിയുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്, നെക്സോമിക്ക മുതൽ എല്ലാം ഉണ്ടെങ്കിലും, പക്ഷെ നെക്സോമിക്കനേക്കാളും കൂടുതൽ ഫാറ്റി ഡീജനറേഷൻ ഉണ്ടാക്കുന്ന വിത്ത് ആൽക്കഹോൾ ആണെങ്കിൽ കാർബോണിയം സൾഫാണ്. ഓക്കെ, ബെർബറിസ് വൾഗാരിസ് നമ്മൾ എന്തിനൊക്കെ കൊടുക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, ബെർബറിസ് വൾഗാരിസ് കൊടുക്കുന്നത് ഗോൾ ബ്ലാഡറിന് കൊടുക്കാൻ പറ്റും, ഫാറ്റി ലിവറിന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ്, പ്ലസ് റീനൽ കാൽക്കുലേക്ക് കൊടുക്കുന്നതാണ്. എവിടെയൊക്കെ കാൽക്കുലേ ഉണ്ടോ, എവിടെയൊക്കെ നമുക്ക് ഒരു ഡീജനറേഷൻ സ്റ്റോപ്പ് ചെയ്യണം, കോൺസെൻട്രേഷൻസ് കുറയ്ക്കണം ബൈലിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെർബറിസ് വൾഗാരിസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അതിന്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഗോൾ ബ്ലാഡർ റീജിയനിൽ പെയിൻ ഉണ്ടാവും. ഞാൻ കാൽക്കരിയ കാർബ് ഉണ്ട്, ഡയസ്കോറിയ ഉണ്ട്, കോമൺ ആയിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന ഫസ്റ്റ് ഇയർ പഠിപ്പിക്കുന്ന മെഡിസിൻസ് എല്ലാം ഉണ്ടെങ്കിലും ബെർബറിസ് വൾഗാരിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഈവൻ ഗോൾ ബ്ലാഡറിൽ ഇത് കുടിഞ്ഞു പോകും. ഓക്കെ, ഹൈഡ്രാഞ്ചിയ, കാൽക്കുലി റീനാലിസ്, ഓക്കെ, കാൽക്കുലി റീനാലിസ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഇതൊക്കെ പൊടിക്കാൻ പറ്റുന്ന മെഡിസിൻസ് പറഞ്ഞ കാൽക്കുലി റീനാലിസ് ഉണ്ട്, ഹൈഡ്രാഞ്ചിയ ഉണ്ട്, പിന്നെ വരുന്നത് ബെർബറിസ് വൾഗാരിസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ മെഡിസിൻസ് എല്ലാം വരും. ടീലിയ, PTELEA, ടീലിയ, വെയിറ്റ് ആൻഡ് പെയിൻ ഇൻ ദ റൈറ്റ് സൈഡ് റിലീവ്ഡ് ബൈ ലൈങ് ഓൺ ദ റൈറ്റ് സൈഡ്, അഗ്രവേഷൻ ലൈങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അതായത് നമ്മുടെ വേദന ഉള്ളിടത്ത് ബ്രയോണിയുടെ സിംറ്റം ഉണ്ട്, പ്രഷർ അമൽറേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലൊരു സിംറ്റം ആണ്. പക്ഷെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവർ മുഴുവൻ പതുക്കെ ഒരു ചെറിയ പ്രഷർ എഫക്ട് വരും, പെയിൻ കൂടും. അതായത് അപ്പോഴും നമ്മൾ ബ്രയോണിയ കമ്പയർ ചെയ്യുന്ന സ്ലൈറ്റസ്റ്റ് മോഷൻ ടേണിംഗ് ടു ദ അതർ സൈഡ്. ബ്രയോണിയ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ ലിവർ ഫാറ്റി ലിവറിനും ലിവർ സിറോസിസിനും ഒക്കെ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് നമ്മുടെ കയ്യിലുള്ള ബ്രയോണിയ. ഓക്കെ, അത് ഓൾമോസ്റ്റ് അതേ സിംറ്റം, റൈറ്റ് സൈഡ് അഗ്രവേഷൻ, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ പെയിൻ റൈറ്റ് സൈഡ് അമുലറേഷനും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അഗ്രവേഷനും. ടീലിയ, ഓക്കെ, ടീലിയ ഒക്കെ നല്ലൊരു മെഡിസിൻ ആണ്. ചിലപ്പോൾ ഈ ഒരു സിംറ്റംസ് നമുക്ക് കിട്ടും. മിക്കവാറും പറയും സാറേ എനിക്ക് തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, എന്നാ ഈ സൈഡിൽ കിടന്ന അപ്പൊ ബ്രയോണിയെ പോരെയെന്ന് ചോദിക്കും. ബ്രയോണിയെക്കാളും എനിക്ക് എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുള്ള മെഡിസിൻസിലാണ് ഞാൻ ഈ പറയുന്ന ടീലിയ എന്ന് പറയുന്നത്. ടീലിയയുടെ യെല്ലോയിഷ് അപ്പിയറൻസ് എപ്പോഴും വരണമെന്നില്ല, പക്ഷെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കുറച്ചും കൂടി സെക്കൻഡ് ഗ്രേഡ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്യൂസിൽ വരുമ്പോൾ ടീലിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ, ടെറക്സാക്കം നമ്മൾ കൊടുക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. നല്ലൊരു മെഡിസിനും കൂടിയാണ്. ചിലപ്പോൾ വേറെ ഒന്നും കിട്ടില്ല, നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ലിവർ എൻലാർജ്മെന്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊന്നും പർക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാൽപേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പർക്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടോണിൽ വ്യത്യാസം വരും. സാധാരണ നമ്മുടെ ലിവറിൽ പർക്കസ് ചെയ്യുന്നതും ഇൻറ്റുറേറ്റഡ് ആയിട്ടുള്ള ലിവർ പർക്കസ് ചെയ്യുന്നതിലുള്ള ഹാർഡ്നെസ് കൂടും. ഇതാണ് പറയണത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും. നമുക്കറിയാം ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറയും. പിന്നെ സീനിയേഴ്സ് ആണ്, നമുക്ക് കുറെ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോ ലിവർ ഫാറ്റി ഇത് ഓക്കെ. പക്ഷെ അതല്ല, മെഡിസിൻസ് മാറുന്നത് ഇങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ ഇത് ഇവിടെ തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മയാസം മാറുന്നത് ഫസ്റ്റ് ലെവലിലൊക്കെ വരുമ്പോൾ സോറിക് മെഡിസിൻസിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റേജസിൽ പോകുമ്പോൾ ഒബേസിറ്റി വിത്ത് ഫാറ്റി ലിവർ ആണെങ്കിൽ സൈക്കോട്ടിക് മയാസമായി. ഓക്കെ, ഹെറിഡിറ്ററി ഓഫ് ഒബേസിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒബേസിറ്റി ഉണ്ടെങ്കിൽ അവർ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ക്യാൻ ബി മെഡോറിനം കൊടുക്കാം. മെഡോറിനം അല്ലെങ്കിൽ സൈക്കോട്ടിക് മെഡിസിൻസ് ആയിട്ട് തുജ നമുക്ക് നോക്കാം. അപ്പൊ പ്ലാന്റ് റെമഡി എന്ന് പറയുമ്പോൾ ക്രോണിക് കേസുകൾ വരുമ്പോൾ പ്ലാന്റ് വേണോ കുറച്ചും കൂടി ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള വേണമെന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലാന്റ് സൈക്കോട്ടിക് പ്ലാന്റ് നമ്മൾ തുജ എന്ന് പറയുന്നത് സൈക്കോട്ടിക് പ്ലാന്റ് മെഡിസിൻ ആണ്. പക്ഷെ മെഡോറിനം നമ്മുടെ നോസോറാണ്. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ് നമ്മൾ ഡീപ്പ് ആക്ടിങ് കൊടുക്കണോ വേണ്ടെന്നുള്ള നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബാക്കി സൈൻസ് ആൻഡ് സിംറ്റംസ് വേണം. അതായത് ഒബേസിറ്റി വിത്ത് ലിവർ, ഫാറ്റി ലിവർ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ സൈക്കോട്ടിക് ഗ്രോത്ത് വിത്ത് ഫാറ്റി ലിവർ ആണെങ്കിൽ ഗോ ഇൻ ഫോർ നമ്മളുടെ ആന്റിസൈക്കോട്ടിക് മെഡിസിൻസിലോട്ട് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അതും കൂടിയും അത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ അതും കൂടി കവർ ചെയ്യുന്ന മെഡിസിൻസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട്സ് പെട്ടെന്ന് വരും. ബാക്കി നമ്മളുടെ മെഡിസിൻസ് ആക്ട് ചെയ്യാനുള്ള സ്പീഡ് കൂടും. അപ്പൊ അവിടെയാണ് ഈ നമ്മളുടെ പാത്തോളജിയിൽ വരുന്ന വ്യത്യാസം. പാത്തോളജി ഇൻഡ്യൂറേറ്റഡ് ഹാർഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ മയാസിൻസിൽ ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ലെഫ്റ്റ് ഹാൻഡ്ര ടങ് കോട്ടഡ് യെല്ലോ ആണ്, ഏക്കിംഗ് ആൻഡ് ലിവർ റീജിയൻ ആണ്, ബ്ലാക്ക് ടാറി സ്റ്റൂൾ ആണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡറിൽ ചിലപ്പോൾ ബ്ലീഡിങ് കാണും, നമ്മുടെ ചിലപ്പോ എന്താ പറയാ ഗ്യാസ്ട്രിക് അൾസറും ഒക്കൽട്ട് ബ്ലഡും അല്ലെങ്കിൽ ബ്ലീഡിങ് ചിലപ്പോൾ കാണും. ടാർ നല്ല ഡാർക്ക് ആണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ്ര എന്ന് പറഞ്ഞ മെഡിസിൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ജോണ്ടിസിനും ആണ്. ഫാറ്റി ലിവർ ആയിട്ട് എന്ത് ബന്ധപ്പെട്ട ഏത് മെഡിസിൻസ് ആണെങ്കിലും you can think about it if you have a black tarry stool with ഇത് ചിയോനാന്തസ് എങ്ങനെ കൊടുക്കുക? അതായത് ഒരു സ്ലിപ്പ് നോട്ട് എന്ന് പറയും. നമ്മളുടെ ഇന്റർസെപ്ഷൻ വരുമ്പോൾ ഒരു കൊളുത്തി പിടിക്കുക എന്നൊക്കെ പറയില്ലേ, എന്താ പറയാ, ഒരു നമ്മുടെ ഇൻഡസ്റ്റൈൻ ഒരു ഇതിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന പോലെ ഒരു സ്ലിപ്പ് നോട്ട് വരും, പെട്ടെന്നൊരു കൊളുത്തി പിടിക്കൽ. ഓക്കെ, അങ്ങനെ ഒരു സിംറ്റം ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചിയോനാന്തസ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻസിലൊന്നാണ് ചിയോനാന്തസ്. ഓക്കെ, സ്ലിപ്പ് നോട്ട് അറൌണ്ട് നമ്മുടെ ഇൻഡസ്ട്രി, അതായത് നമ്മളുടെ, പക്ഷെ അവിടെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇന്റർസെപ്ഷൻ അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം, എക്സാമിൻ ചെയ്യണം. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്റർസെപ്ഷൻ അല്ല. ഇന്റർസെപ്ഷനും കൂടിയിട്ടുണ്ടെങ്കിൽ പ്ലംബമെറ്റ് ഒരു മെഡിസിൻ ആയിട്ട് നമുക്ക് ചിന്തിക്കണം. പ്ലംബമെറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്, ഒരു നല്ലൊരു മെഡിസിൻ ആണ് നമ്മുടെ ഇതിന് ഇന്റർസെപ്ഷൻ. ആ സമയത്ത് നമുക്ക് ലിവറിലും പ്ലംബമെറ്റ് ആക്ട് ചെയ്യും. പ്ലംബമെറ്റിന് നല്ലൊരു ആക്ഷൻസ് ഉണ്ട് എല്ലാ സിസ്റ്റത്തിലും. ഓക്കെ, എൻലാർജ്ഡ് ആണ്. ചിലപ്പോൾ ജോണ്ടിസും കൂടി ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. യെല്ലോ ആൻഡ് പേസ്റ്റൽ സ്റ്റൂൾ, അതായത് ഒരുമാതിരി സോഫ്റ്റ് സ്റ്റൂൾ ആയിരിക്കും. മഞ്ഞപ്പിത്തം ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടാവും. നമ്മൾ അതുപോലെ പറയണം, നോക്കണം, മഞ്ഞപ്പിത്തം എക്സാമിൻ ചെയ്യണം. അപ്പൊ മെഡിസിൻ മാറുന്നത് കണ്ടോ, നമ്മൾ ഓരോ സ്റ്റേജസിലും മെഡിസിൻസ് മാറുന്നതാണ്. ഓരോ മെഡിസിൻസിന്റെ ഇൻഡിക്കേഷൻ ആണ്. നമുക്ക് കണ്ടമാനം സിംറ്റംസ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഈ ഫാറ്റി ലിവറും അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാര്യമായിട്ട് കിട്ടിയെന്ന് വരില്ല. ഞാൻ ഫാറ്റി ലിവർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അസൈറ്റിസും ലിവർ സിറോസിസും അതിന്റെ ബാക്കി പത്രങ്ങളല്ല. ഈ ലിവർ സിറോസിസിനൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ എസ്കുലസ് ഗ്ലാബ്ര. എസ്കുലസ് ഗ്ലാബ്ര ടിഞ്ചർ എന്ന് പറഞ്ഞാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷന് ഇത്രയും നല്ലൊരു മെഡിസിൻ വേറെ ഇല്ല. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് വെള്ളം അടിച്ച് തല കിറങ്ങി 4 പ്രാവശ്യം ആൾക്കാരെ വിളിച്ചു കൂട്ടിയ, ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടി, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ പേഷ്യന്റ് ഇത്തിരി ബോധം വരുമ്പോൾ അയാൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് വരും. എല്ലാ റിപ്പോർട്ടിലും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ആന്റണി എന്ന പേര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഒരു മരുന്ന് കൊടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലും അയാളുടെ ജോണ്ടിസും പണ്ടാറും ഇതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് അയാൾ ഒരു 6 മാസം ഒരു 8 മാസം കുടിക്കില്ല, പിന്നെ തുടങ്ങും. അപ്പൊ ഒരു 3 മാസം കൂടുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും കിടക്കും. ആരെങ്കിലും പൊക്കി പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും, ബോധമില്ലാണ്ട് കൊണ്ടുപോകും. കാഷ്വാലിറ്റിയിൽ നിന്ന് നേരെ 1-2 ദിവസം ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യും. അയാൾക്ക് ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടെ നിന്ന് വിടും. അവിടുന്ന് അപ്പോൾ ഡിസ്ചാർജും ബഹളം ഉണ്ടാക്കി അയാൾ നേരെ എൻ്റെ അടുത്ത് വരും. ഒരു 2-3 ആഴ്ച കൊണ്ട് അതൊന്ന് 2 ആഴ്ച കൊണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-8 മാസത്തേക്ക് കുഴപ്പമില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 6-7-8 മാസമായിട്ട് വെള്ളം അടിക്കാതെ നടക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ ഒരു ഇതാണ്. ഓക്കെ, ടെറക്സാഗ്നം ചിയോനാന്തസ്. പിന്നെ സിയോനാന്തസ് ലിവർ ആൻഡ് സ്പ്ലീൻ എൻലാർജ്ഡ് ആണ്, മെഡിസിൻ ഫോർ ഹൈപ്പർ ടെൻഷൻ. ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഹൈപ്പർ ടെൻഷൻ ആണ്. നമ്മളുടെ റവോൾഫിയ പാസിഫ്ലോറ ഇതിന്റെ ഒക്കെ കൂട്ടത്തില് അതിലും നല്ല മെഡിസിൻസിൽ ഒന്നാണ് സിയോനാന്തസ്. ഓക്കെ,
സാധാരണ ഹൈപ്പർ ടെൻഷൻ ഞാനൊന്ന് ആഡ് ഓൺ ചെയ്തു എന്ന് മാത്രം. ലിവർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഒന്നുമില്ലെങ്കിലും ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ 140 150 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അടുത്തത് ഓറമ്യൂർ നാട്രോനാറ്റം. ഓറമ്യൂർ നാട്രോനാറ്റത്തിന് ഡിസ്ട്രക്ഷൻ ആണ്, സ്ലോ ആണ്, ഫൈബ്രസ് കണ്ടീഷൻസ് വരും. ഇത് എന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസിൽ കാൽമഗ്, അത് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കൂടുതൽ പറയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവസാനം ഞാൻ പറഞ്ഞത് ഇതിലോട്ട് വെച്ചിട്ടുള്ള കാൽമഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ എൻസൈം SGOT SGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് കണ്ടീഷനിലും, ഈവൻ കോവിഡിന്റെ സമയത്ത് പോലും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള SGPT SGOT ലിവർ എൻസൈംസ് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ 2000 ഒക്കെ എത്തിയിട്ടുണ്ട്. അത്രയ്ക്കും ഹൈ ആയിട്ടുണ്ടെങ്കിലും കാൽമഗ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ അച്ചട്ടായിട്ട് കൊടുത്തു. കാൽമഗ് ടിഞ്ചർ കൊടുക്കും. പക്ഷെ കാൽമഗ് ടിഞ്ചർ കൊടുക്കുമ്പോൾ നല്ലോണം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുക്കണമെന്ന് വെച്ചാൽ 30 ml ഒരു 10 ml കാൽമഗും 20 ml വെള്ളം, അത് കഴിഞ്ഞിട്ട് അരക്കപ്പ് വെള്ളത്തിലിട്ടിട്ട് കഴിക്കാനാണ് പറയുക. അപ്പൊ അങ്ങനെ കൊടുക്കണം. കാൽമഗ് കൊടുക്കും 3 4 10 ഉള്ളിയോ 15 ഉള്ളിയോ, അതൊക്കെ സിവിയറിറ്റി അനുസരിച്ച് നിങ്ങൾ കൊടുത്തോ, 100% വ്യത്യാസം. പിന്നെ എത്ര കേസുകൾ വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം, അതുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും പറയാൻ പേപ്പറിൽ കാണിക്കേണ്ട കാര്യങ്ങൾ. ഈ മെഡിസിൻ ഇതൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. SGOT SGPT ഒക്കെ പൊള്ളി പെട്ടെന്ന് തന്നെ പറയും. കാൽമഗ് 13 നല്ലതാണ്, ടിഞ്ചറും നല്ലതാണ്, 13 നല്ലതാണ്. 3x ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, 13 ടിഞ്ചറുമാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്, വിത്ത് ബ്യൂട്ടിഫുൾ റിസൾട്ട്. ഓക്കെ, പിന്നെ മാഗ്മ്യൂർ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും. ജുഗ്ലൻസ് സീരിയ, ഗോൾഡ് സ്റ്റോണിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് ജുഗ്ലൻസ് സീരിയ. ജുഗ്ലൻസ് റീജിയ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ആക്സിലറി ആപ്സിസും അങ്ങനെയുള്ള ആപ്സിസ് ഫോർമേഷനും ഒക്കെ നല്ലതാണ്. മോക്കുരുവിന് നല്ലതാണ് ജുഗ്ലൻസ് റീജിയ. ജുഗ്ലൻസ് സീരിയയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂസ് ആണ് ഗോൾഡ് സ്റ്റോൺ. ഓക്കെ, മാഗ്മ്യൂർ ഞാൻ പറയുമ്പോൾ തന്നെ മാഗ് സൾഫ്, എപ്സം സോൾട്ട്, ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് കഴിയുമ്പോൾ ഞാനൊരു ആപ്പിൾ തെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എപ്സം സോൾട്ട് കൊടുക്കുക. ഫസ്റ്റ് 3 ദിവസം ഈ എപ്സം സോൾട്ട് കുറച്ച് ഒലിവ് ഓയിലിൽ കലക്കി കൊടുക്കുക. ഒരു സ്പൂൺ, 1/2 സ്പൂൺ എപ്സം സോൾട്ട് ഒരു 3 നേരം 1 സ്പൂൺ ഒലിവ് ഓയിലും പിന്നെ കുറച്ച് ലൈമും ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുക. ആ ഒരു 3-4 ദിവസം അവരുടെ അടുത്ത് പറയാം ആപ്പിൾ മാത്രം ഒന്നുകിൽ പുഴുങ്ങുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ കടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് സെമി സോളിഡ് ആക്കിയിട്ട് കഴിക്കാൻ പറയാം. 5 ദിവസം ഇത്. ഓക്കെ, ആപ്പിൾ ഫുഡ് കൊടുക്കുക, ഒന്നല്ലെങ്കിൽ ഇത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ദിവസം ഒന്നും കൂടി രാത്രി, 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം രാത്രി 3 നേരം എപ്സം സോൾട്ട് മാഗ് സൾഫ് ക്രൂഡായിട്ട് ഈ ഒലിവ് ഓയിലിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ഈ ഗോൾഡ് സ്റ്റോൺസ് ഒക്കെ നമ്മളുടെ ഇതിൽ കൂടെ പോകും, പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടെ ആനച്ചിൽ കൂടെ പൊക്കോളും, രക്തത്തിൽ കൂടെ പൊക്കോളും. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട് മാഗ് സൾഫ്, എപ്സം സോൾട്ട്. അങ്ങനെ ക്രൂഡായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, മാഗ്മ്യൂർ അഗ്രവേഷൻ ഫുഡ്, ലിവർ എൻലാർജ്മെന്റ് വിത്ത് ബ്ലോട്ടിംഗ് ഓഫ് അബ്ഡോമൻ. ബ്ലോട്ടിംഗ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് ഇത് മാഗ്മ്യൂർ. എല്ലായ്പ്പോഴും ബാക്കിയുള്ള സിംറ്റംസ് ഒന്നും കിട്ടുന്നില്ല. ഡോക്ടർ എന്റെ വയറ് വന്നിട്ട് ഇങ്ങനെ ഒരു കല്ലിച്ച പോലെ ഉണ്ട്, എപ്പോ വന്നാലും വയറ് വീർക്കും. അതിന്റെ കൂടെ ഫാറ്റി ലിവർ കൂടി ഉണ്ടെങ്കിൽ മാഗ്മ്യൂർ നല്ലൊരു മെഡിസിൻ ആണ്. ഇപ്പൊ എപ്പോഴും നമുക്ക് സിംറ്റംസും കണ്ടമാനം സിംറ്റംസും നമ്മൾ കേസ് ടേക്കിങ്ങിനൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. കിട്ടിയാൽ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തോളൂ. പക്ഷെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ആകെ 1-2 സിംറ്റംസ് ആ പേഷ്യന്റ് പറയുന്നുള്ളെങ്കിൽ എത്ര കുത്തിയാലും വേറെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കണം. മെഡിസിൻ ഇതുപോലുള്ള മെഡിസിൻസ് നമ്മുടെ ഇഷ്ടം പോലെയുണ്ട്. ചിലപ്പോൾ ഇറ്റാലിക്സിൽ ഒരു 1 ലൈൻ ഇറ്റാലിക്സ് ആയിരിക്കും, അത് കൊടുത്തു കഴിഞ്ഞാൽ അച്ചട്ട് നമ്മൾ കൊടുക്കാം, അതിന്റെ റിസൾട്ട് വന്നിരിക്കും.
അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. മാഗ്മ്യൂർ അഗ്രവേഷൻ ഫുഡ് ലിവർ എൻലാർജ്മെന്റ് ആണ്, വയറ് വന്ന് വീർക്കും. ഇതാണ് മാഗ്മ്യൂറിന്റെ. വൈപ്പറ, വൈപ്പറ ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഫാറ്റി ലിവറിന് വൈപ്പറ, നമ്മൾ വൈപ്പറ കൊടുക്കുന്നത് എന്തിന്റെ? വൈപ്പറ കൊടുക്കുന്നത് നമ്മൾ മിക്കവാറും വെരിക്കോസ് അൾസർ, കാല് തൂക്കിയിട്ടാൽ ഇതില്ല. അതേപോലെ തന്നെ വൈപ്പറയുടെ സിംറ്റംസും ഫാറ്റി ലിവർ, ലിവർ എൻലാർജ്മെന്റ് വിത്ത് ബേസ്റ്റിംഗ് സെൻസേഷൻ, എന്താ പൊട്ടണ പോലെ നമ്മുടെ ശരിക്കും ഇത് വരും, എന്താ പറയാ, അവിടുത്തെ ബ്ലഡ് വെസലൊക്കെ ഇപ്പൊ പൊട്ടുന്ന നമുക്ക് തോന്നും, അത്രയ്ക്ക് കൺജഷൻ ഉണ്ടാവും. പോർട്ടൽ ഹൈപ്പർ ടെൻഷന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് വൈപ്പറ. അതിന്റെ കൂടെ എസ്കുലസ് ഗ്ലാബ്ര, എസ്കുലസ് ഗ്ലാബ്രയും വൈപ്പറയും കവർ ചെയ്യാത്ത പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഒന്ന് നോക്ക്, നിങ്ങളൊന്ന് ബുക്കൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. പിക്രിക് ആസിഡ്, പിക്രിക് ആസിഡ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെ ഇതേപോലെ തന്നെ സിംറ്റംസ് വരുന്നതാണ്. പിക്രിക് ആസിഡിന്റെ എന്താ പറയുക, യെല്ലോ 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 യെല്ലോ, വേറെ ഒന്നും നിങ്ങൾക്ക് പിക്രിക് ആസിഡ് ഇല്ല, വേണ്ട. ജോണ്ടിസിനും അതുപോലെ ഫാറ്റി ലിവർ, ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ്, ഒറ്റ വാക്ക് യെല്ലോ 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 യെല്ലോ, പിക്രിക് ആസിഡ് ആയി. വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട. ഇപ്പറ്റോറിയം പെർഫോളിയേറ്റം, ഇപ്പറ്റോറിയം നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇപ്പറ്റോറിയം അല്ല, ഇപ്പറ്റോറിയത്തിന്റെ അടുത്ത ചേട്ടനോ അനിയനൊക്കെ ആയിട്ട് വരുന്ന അതേ സ്പീഷീസിൽ വരുന്ന ഇപ്പറ്റോറിയം പെർഫോളിയേറ്റം, ഇതും നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ കാർഡസ് ഉണ്ട്, ബെർബറീസ് ഉണ്ട്, പിന്നെ ചെലിഡോണിയം, അങ്ങനെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും നെക്സോമിക്ക, കാർബോവെജ്, അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാ മെഡിസിൻസിലും ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു മെഡിസിൻസ് ആണ്. പക്ഷെ എന്നാൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന മെഡിസിൻസിൽ കൂടാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ ഈ ആപ്പിൾ തെറാപ്പി നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഗോൾ സ്റ്റോൺസ് കളയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ ഓഫ് ദ സ്റ്റോൺ ഒരു 10 അല്ലെങ്കിൽ ഒരു 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ കണ്ടിട്ടൊന്നും പേടിക്കൊന്നും വേണ്ട, നമുക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. പക്ഷേ അതിന്റെ മൂവ്മെന്റ് എവിടെയാണെന്നുള്ളത് നോക്കുക. പിന്നെ ഏജ് നോക്കുക. ലിവർ, ഗോൾ ബ്ലാഡർ എൻലാർജ്ഡ് ആണോ, നമ്മളുടെ കോൺട്രാക്റ്റഡ് ആണോ നോക്കുക. ഇതില് മിക്കവാറും കോൺട്രാക്റ്റഡ് ആണ്. ഏജ് അബവ് 65 ആണെങ്കിൽ നമ്മൾ CA അനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഏജ് അബവ് 60 ആണ് നമ്മുടെ അൾട്രാസൗണ്ടിൽ ഗോൾ ബ്ലാഡർ കോൺട്രാക്റ്റഡ് ആയിട്ടാണ് കാണിക്കണമെങ്കിൽ ഒന്നും കൂടി ഡോപ്ലർ സ്റ്റഡി പോലും നമുക്ക് നടത്താം, അല്ലെങ്കിൽ CT സ്കാൻ പോലും നമുക്ക് നടത്താം. ഓക്കെ, കോൺട്രാസ്റ്റ് കൊടുക്കാൻ പറയാം. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ FNAC നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC കൊടുക്കാം. അപ്പൊ ആ ലെവലിൽ പോയി നമ്മൾ അതും നമുക്ക് പറയാം. നമ്മുടെ സോണോളജിസ്റ്റ് ഒക്കെ നമ്മളടുത്ത് അത്രയ്ക്കും വേണമെങ്കിൽ നമുക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോണോളജിസ്റ്റിന്റെ ചേംബറിൽ പോലും ഇരുന്നിട്ട് നമുക്ക് ഗൈഡഡ് ആയിട്ട് FNAC ഗൈഡഡ് ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ അവർ ചെയ്യും. അപ്പൊ അതാണ് നമ്മളുടെ ഒരു അപ്രോച്ചാണ് അതിലിരിക്കുന്നത്. അല്ലാതെ നമ്മള് എല്ലാം അങ്ങനെയല്ല. നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ മിക്കവാറും 90% നമുക്ക് ഡൗട്ട്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയും. സാറെന്നല്ല പറയുന്നത്, എന്നെക്കാളും ചെറുപ്പമാണ്. വിളിച്ചിട്ട് പറയും, സാറിനെ വിളിച്ചിട്ട് പറയും എനിക്ക് ഇന്ന പോലെ ഇരിക്കണം. ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി. ഇരിക്കൊന്നും വേണ്ട സാറേ, ഞാനും കൂടി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, അത് ഇതാണ്, നമുക്ക് ഇന്ന പോലെ ചെയ്യാം, FNAC ചെയ്തിട്ട് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് മെഡിസിൻസ് മതി നമുക്ക് ഇത് ചെയ്യാൻ. അതുപോലെ ഇത് കാക്ടസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. കാക്ടസ് ഇവിടെ പറയാൻ വിട്ടുപോയി. കാക്ടസ് ഹാർട്ടിന് മാത്രമൊന്നുമല്ല, അതേ സിംറ്റംസ് അല്ലെങ്കിൽ ഒരുമാതിരി സിംറ്റംസ് ലിവറിലുണ്ട്, ഫാറ്റി ലിവറും കൂടി ഉണ്ട്. കാക്ടസും നല്ലൊരു മെഡിസിനാണ്.
കാക്ടസ് ഞാൻ സ്കിന്നിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ കൂടിയാണ്. കാക്ടസ് 30, കാക്ടസ് ടിഞ്ചർ ഒക്കെ ചിലപ്പോൾ ഞാൻ സ്കിന്നിന് കൊടുക്കും. കാക്ടസ് 30 എന്തായാലും സ്കിന്നിന് കൊടുക്കും. കാരണം ചില ചൊറിച്ചല്, ഈ പുകച്ചില്, ഈ കുത്തല്, കാക്ടസിന്റെ ഡോക്ടറിന്റെ സിഗ്നേച്ചർ എന്താ, കാക്ടസിന്റെ മുള്ളുണ്ടാവും. മുള്ളുകൊണ്ട് കുത്തുന്ന പോലെ സ്കിൻ കംപ്ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ കാക്ടസ് നമുക്ക് എപ്പോഴും ആലോചിക്കാൻ പറ്റും. നമ്മൾ സൾഫർ, പെട്രോളിയം, അതും ഇതൊക്കെ അന്വേഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കാക്ടസ് 30 നല്ലൊരു മെഡിസിനാണ് സ്കിന്നിന്. ഓക്കെ, കാരണം ചില നിങ്ങൾ കാക്ടസിന്റെ പുറം ചട്ടം നോക്കിക്കഴിഞ്ഞാൽ മുള്ളുണ്ട്, അതിന്റെ ഒരു ഷേപ്പ് ഇല്ല അതിന് കാക്ടസിന്. ചിലതിന് മാത്രം റൗണ്ട് ഉണ്ടാവും, പക്ഷെ അത് ഏത് വഴിക്കൊക്കെ വരണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ സോറിയാസിസും അതും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബൗണ്ടറികളില്ല. അപ്പൊ വേറെ എന്താണെങ്കിലും ഇതുപോലെ സിംറ്റംസ് ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഏത് വഴി കൂടെയാണ് സിംറ്റംസ് വരുന്നത്? ഒരുമാതിരി അൺഈവൻ സ്കിൻ ആണെങ്കിൽ, സ്കിൻ എക്സിമ ഒക്കെ ആണെങ്കിൽ കാക്ടസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ്. ഓക്കെ, ഡോക്ടറെ സമയം ആയി. ഓക്കെ, ഞാൻ ഷെയറിങ് നിർത്തിക്കോട്ടെ. ഇത് കഴിഞ്ഞായിരുന്നു, അതേ ഇനിയുണ്ടോ? ഇല്ല, ഇത് തീർന്നു. ഇത് ചെറിയൊരു ടോപ്പിക് അല്ലേ. അപ്പൊ ഇന്ന് 1927 ദിവസമാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു വെബിനാർ വളരെ നല്ല പ്രയോജനം ചെയ്യുന്നതായിരുന്നു. ഫാറ്റി ലിവറും ഗാൾ ബ്ലാഡർ സ്റ്റോണും. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അതിന് ചികിത്സിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിനെ കൂടാതെ ഉള്ള മരുന്നുകളും ഡോക്ടർ പറഞ്ഞു തന്നു. വളരെ നല്ലൊരു സെഷനായിരുന്നു. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് സാറിനോട് ചോദിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കും ഒന്നും ചോദിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ആരാണ് ഹാൻഡ് റൈസ് ചെയ്ത്? ഡോക്ടർ ഒന്ന് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. ഡോക്ടർ തോമസ് ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഭദ്രൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. അതിന്റെ മെഡിസിൻസ് എല്ലാം ശ്രദ്ധിച്ചു. ഈ ജുഗ്ലാൻ സിനറി എന്ന മെഡിസിൻ ഗാൾ സ്റ്റോൺസിന് കൊള്ളാമെന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കേസിലും പ്രയോജനം വന്നിട്ടില്ല. എന്നാലും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ജുഗ്ലാൻ സീരിയ ഞാൻ പറഞ്ഞിരുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ്, നല്ലൊരു മെഡിസിനാണ്. നമ്മൾ ജുഗ്ലാൻ സീരിയൻ റീജിയൻ രണ്ടും നമുക്ക് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസിലാണ്. ജുഗ്ലാൻ സീരിയ ഗോൾഡ് സ്റ്റോൺ ഒക്കെ ശരിക്കും പൊടിച്ചു കളയും. മറ്റേ ഹൈഡ്രാൻജിയം, ബെർബറിസ് വൾഗാരിസിന്റെ ഒക്കെ പോലെ അതേ സിംറ്റംസ്, അതേ ആക്ഷനും ജുഗ്ലാൻ സീരിയയ്ക്കും വരുന്നുണ്ട്. ജോണ്ടിസ് ഉണ്ടാവും, ചിലപ്പോൾ ജോണ്ടിസ് ഉണ്ടാവും, ചിലപ്പോൾ ജോണ്ടിസ് ഒന്നും. സ്ലഫ്സ് കൂടുതൽ കാണുന്ന കേസുകളിൽ സീരിയ നല്ലൊരു ആക്ഷനാണ്. ഓക്കെ, ഭദ്രൻ ഡോക്ടറെ തോമസ് ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ ഡോക്ടറെ, ചോദിച്ചോളൂ. ഹൈപ്പർ ടെൻഷൻ സിയോനാന്തസ് ഏത് പൊട്ടൻഷ്യൽ? സിയോനാന്തസ് ഹൈപ്പർ ടെൻഷൻ പറഞ്ഞേ. ഞാൻ ടിഞ്ചറെ യൂസ് ചെയ്യാറ് സാർ. ടിഞ്ചർ 3x. ഓക്കെ ഓക്കെ, താങ്ക് യു. തോമസ് ഡോക്ടർ എന്താണ് നമ്മുടെ സാദത്ത് ഡോക്ടർക്കുള്ള നന്ദി കൂടി പ്രകാശിപ്പിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നല്ല ക്ലാസ് ആയിരുന്നു. സാദത്ത് ഡോക്ടറുടെ മിക്കവാറും എല്ലാ ക്ലാസ്സുകളും ഞാൻ കേൾക്കാറുണ്ട്. ഈ സൂമിൽ ഉൾപ്പെട്ടതായ IFPHന്റെ എല്ലാ ഭാരവാഹികളോടും ചേർന്ന് സാറിനുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, തോമസ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി.
സാദത്ത് ഡോക്ടർക്ക് ഡോക്ടർ ഇനിയും നല്ല നല്ല ക്ലാസ്സുകളുമായി വീണ്ടും സൂം പ്ലാറ്റ്ഫോമിൽ എത്തണം എന്നുള്ള റിക്വസ്റ്റോടുകൂടി സാദത്ത് ഡോക്ടർക്ക് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.